നല്ല പിടയ്ക്കണം. കണ്ടോ പിടയ്ക്കുന്നത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് അടുക്കളയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തെങ്കിലും പാചകം ചെയ്യാനായിട്ട് ഞാൻ കയറി കാണുന്നു. അപ്പൊ ഇന്ന് അമ്മയുടെ നിർദ്ദേശം ഒന്നുമില്ല. അമ്മ ഷോപ്പിലിരിക്കുകയാണ്. അമ്മ ഇച്ചിരി കപ്പ എന്ന് വേവിക്കുമെന്ന് കേട്ടത്. എനിക്ക് വിശക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ചെയ്യാൻ. അങ്ങനെ എൻ്റെ തലയിൽ ഇട്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ലോഗ് ആക്കാം, നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ രാത്രി സമയം 9 മണിയാണ്. 9 മണിക്കാണ് കപ്പ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് എന്തായാലും 10 മണി 11 മണിയൊക്കെ ആവുമായിരിക്കും. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 2 കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് വയൽ കപ്പയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ വയൽ കപ്പ കിട്ടും. അതാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്കമീൻ. നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണക്കമീൻ സെപ്പറേറ്റ് മേടിക്കുന്നതായിരിക്കും. റെയർ ആയിട്ടാണ് വീട്ടിലെല്ലാവരും ഉണക്കാറുള്ള മീൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണക്കമീൻ എൻ്റെ അമ്മ തന്നെ ചെയ്യുന്നതാണ്. മുൻപൊക്കെ മേടിക്കായിരുന്നു. പക്ഷേ കൂടാതെ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അമ്മ ഉണക്കുന്നത്. അതിന്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് വെയിൽ, ഒരു തുള്ളി വെയിൽ പോലും ഏൽക്കാതെ ഉണക്കിയ മീനാണ്. കണ്ടോ എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. എന്നിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വായോ. കപ്പ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കപ്പയും കട്ട് ചെയ്തു, മീനും ക്ലീൻ ചെയ്തു. അപ്പോൾ കപ്പയുടെ ഷേപ്പ് കേട്ട് കഴിഞ്ഞല്ലോ, ഇതുപോലെ വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ. എങ്ങനെയൊക്കെ എനിക്ക് തോന്നിയതുപോലെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചവച്ചരിക്കുന്ന സാധനമല്ലേ. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് ചിക്കനൊക്കെ എങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഒരു 1.5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളകും. എനിക്കിതിന്റെ കണക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ട്. പിന്നെ ഉണക്ക മീൻ എടുത്തിട്ടുള്ള ഒരു 10 ഉണക്ക മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഉണക്ക മീനില് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആയിട്ട് ആഡ് ചെയ്ത് ഒന്ന് വിരകി വെക്കാം. നമ്മൾ ഉപ്പിടുന്നില്ല, ഉണക്കമീനല്ലേ, ഓൾറെഡി നമുക്ക് അതിൽ ഉപ്പ് കാണും. സോ ഉപ്പിടുന്നില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പുരട്ടി വെക്കാൻ പോവാം. നമുക്ക് അതേ സമയം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കപ്പ ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റൗ നമുക്ക് ഓൺ ചെയ്യാം. ഇത് നല്ല ഇതാണ് കേട്ടോ, നമ്മളിത് കത്തിക്കാൻ മേടിച്ചത്. ചാർജ് ചെയ്യുന്ന സംഭവം ഇത്. അതായത് നമ്മളിവിടെ ഓൺ ചെയ്തിട്ട് കണ്ടോ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കൊരു 9 to 99 എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മേടിച്ചത്. ഇത് 99 rupees ആണ്. കൊള്ളായത്. നമ്മൾ സാധാരണ എപ്പോഴും മേടിക്കുന്ന ഇതാണ്. ഇത് എപ്പോഴും ചീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കപ്പ വെക്കുകയാണ് ഈ ഒരു പാത്രത്തില്. അപ്പോ കപ്പ വെള്ളമൊക്കെ എടുത്ത് കപ്പയിൽ വെള്ളമൊക്കെ ഒഴിച്ചു. അടുത്തൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ആ സമയം നമുക്ക് ഉണക്ക മീനില് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് പുരട്ടി വെക്കാം. കണക്കെന്ന് പറഞ്ഞോളൂ, ഞാൻ തവണ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഫൈനലി നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പഠിക്കുന്നത്. എനിക്ക് ഒന്നാമത് ഭയങ്കര തുമ്മലാണ്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിരിക്കുക. എനിക്ക് ഇതിൻ്റെയൊക്കെ മണം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തുമ്മും. ഇത് നന്നായിട്ട് ആവുന്നില്ലല്ലോ. ഞാൻ അമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ ഓട്ടിച്ചിട്ട്, എനിക്ക് അമ്മയുടെ ഹെൽപ്പൊന്നും വേണ്ട, ഞാൻ ഇത് ഉണ്ടാക്കി അമ്മയ്ക്ക് തരും. കുറച്ച് വെള്ളം ഒഴിച്ചോ കണ്ടേ. എന്തോ ഒരു നനവില്ലാത്ത പോലെ. പക്ഷെ കഴുകിയ മീന ഇപ്പോഴേ ലൂസായി പോയി. മിക്കവാറും ഇതൊന്ന് കുളമാവും. അമ്മേരൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് ഇനി ചെല്ലുന്നത് മോശമല്ലേ. ദൈവമേ, ഇതിപ്പോ ലൂസായിപ്പോയി. കുഴപ്പമില്ലല്ലേ, എന്നാലും എനിക്ക് ഉപ്പ് മതി ഇതില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണോ? അതായത് ഈ വിധത്തില് ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ വീട്ടില് വിളിക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പൊ അതെന്തായാലും അവിടെ ആവട്ടെ. അതേസമയം നമുക്ക് ഇപ്പുറത്തെ ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ബൈ. ഞാനൊരു വലിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഓ, ഇത് നമുക്കൊന്ന് ഫസ്റ്റ് കത്തിക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്ന മീന് നമുക്ക് എടുത്ത് ഇടാം. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ഈ 10 മീനും വേസ്റ്റ് ആവരുതേ ദൈവമേ. ഫസ്റ്റ് ടൈമാണ് ഉണക്കമീൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണക്കമീൻ പൊരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഈ ഉണക്കമീൻ ഫ്രിഡ്ജിൽ വെച്ച് എങ്ങനെയാ, അതായത് നോർമൽ മീന്
ഫ്രിഡ്ജിൽ വെച്ച് എങ്ങനെയാണ് ഉണക്കമീൻ ആക്കുന്നത് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി. നമുക്ക് ഓരോന്നും വീതം ഇപ്പം ഞാൻ ഇടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ടായിട്ട് ഫിഷ് ഇടും. അതിന് നടുവിലാണ് സവാള ഇടുന്നത്. അപ്പം ഞാൻ ഓരോന്നും വീതം ഫിഷ് ഇട്ട് തുടങ്ങി. വിജയിക്കുമായിരിക്കല്ലേ? എല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. നല്ല പിടയ്ക്കണം. കണ്ടോ പിടയ്ക്കണത്? ഇങ്ങനെയാണ് ആന്റിമാര് കടയിൽ നല്ല പിടയ്ക്കണ മീൻ വേണോ, പിടയ്ക്കണ മീൻ, പിടയ്ക്കണ മീൻ, പിടയ്ക്കണ മീൻ എന്ന് പറയാം. നീ പേടിയുണ്ട് കേട്ടോ എണ്ണയൊക്കെ. ഇത്രയും ബാക്കി വന്നു. അതിലൊന്ന് ഒഴിക്കാല്ലേ? ഒഴിച്ചു കൊടുക്കാവുണ്ടോ? ഞാൻ ഒഴിക്കാൻ പോകും. എനിക്ക് അറിഞ്ഞൂടെ ഒഴിക്കാവുന്നു. പക്ഷെ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് എന്തായാലും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, ഇത് ഉണ്ടാക്കാനുള്ള മനസ്സ് എനിക്കുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് വിജയിക്കാതിരിക്കുകയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ മേലെ. പക്ഷെ ഇത് സക്സസ് ആവുമോ ഇല്ല നമുക്ക് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അമ്മയില്ലേ, നമുക്ക് ഫിഷൊക്കെ ഒന്ന് അകറ്റിയിടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഉണക്കമീൻ, അതായത് ഞാൻ കുഞ്ഞിലെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ കടപ്പുറത്തുള്ള ഒരു കുട്ടി വരുമായിരുന്നു. അപ്പോൾ അവള് സ്ഥിരം കൊണ്ടുവരുന്ന ഉണക്കമീനാണ്. അപ്പോൾ അവള് തന്നാണ്. അവളുടെ പേര് അനശ്വരാണ്, എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളെനിക്ക് എപ്പോഴും ഉണക്കമീൻ കൊണ്ടുവരും. അവളുടെ ചോറിനോടൊപ്പം കാണും. അങ്ങനെ എനിക്ക് അഡിക്റ്റ് ആയതാണ് ഈ ഉണക്കമീൻ. ഉണക്കമീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചോറിന് വേറെ കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫിഷെല്ലാം നന്നായിട്ട് അകറ്റിയിട്ടു. അപ്പം നിങ്ങളെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകും. ഓക്കെ ഗൈസ്, നിങ്ങളെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. കണ്ടോ കപ്പ തിളയ്ക്കുന്ന? കണ്ടോ തിളയ്ക്കുന്നത്? ആരെങ്കിലും കപ്പ തിളയ്ക്കുന്നില്ല, തിളയ്ക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇപ്പം കണ്ടോ? ഞാൻ പെട്ടെന്ന് അടയ്ക്കും. അടുത്ത് കണ്ടോ നല്ല പിടയ്ക്കുന്ന മീൻ. ആൻറ്റിമാർ പറയുന്ന പിടയ്ക്കുന്ന മീനിനെ ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കിയെടുത്ത് ഇപ്പം അതാ ഈ പരുവത്തിൽ നമ്മൾ ആക്കി. നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇടാം. ഇതെങ്ങാനും എരിയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ അമ്മ വയ്ക്കുന്ന ഫുഡിൽ വല്ല എരി കൂടിക്കഴിഞ്ഞാൽ അമ്മയെ കിടന്ന് ഞാൻ ചീത്ത പറയും. നമുക്കിത് പേടിച്ചായിരുന്നേ. ഇങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ? ഇതിപ്പോൾ അമ്മേരടുത്ത് നിന്ന് ചോദിക്കാനും പറ്റത്തില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്? ഇനിയും ചിലപ്പോൾ അകത്തോട്ട് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എണ്ണ വീഴും. ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഇങ്ങനെയൊക്കെ തന്നെയാണ് പരീക്ഷിക്കുന്നത്. പിന്നെ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയുണ്ട്. ഡെയിലി ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ആ ഒരു പണി വരും. ഫൈനലി നമ്മുടെ കപ്പ ആദ്യമേ വെന്ത് കഴിഞ്ഞു. സോ അതിനെടുത്ത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഫിഷ് നമുക്ക് ഇതിലെടുക്കാം. കണ്ടോ? അപ്പൊ നമ്മുടെ കപ്പയും ഉണക്ക മീനും റെഡി ആയിട്ടുണ്ട്. കണ്ടോ ആവി പറക്കുന്നു. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ശരി അവിടെ അപ്പോൾ പോയില്ലേ, വാ കഴിക്കാൻ പോ എല്ലാവർക്കും. ഫൈനലി നമ്മുടെ കപ്പയും ഉണക്ക മീനും പൊരിച്ചത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു വലിയൊരു മീൻ നോക്കിയെടുക്കാം. അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് അതിൻ്റെ മസാല കൂടെ വയ്ക്കാം. നമുക്കിത് കഴിച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ. അമ്മ ഉണ്ടാക്കി തന്ന പോലെ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ മസാല കൂടെ ഒന്ന് നന്നായിട്ട് ആഡ് ചെയ്ത് കഴിക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി എരിവ് കൂടിപ്പോയി. അല്ലാതെ നോക്കാന്നുണ്ടെങ്കിൽ പക്കയാണ്. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു.
കൊള്ളാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉണക്ക മീനാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി, നമുക്ക് ഉപ്പ് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, കുറച്ച് സവാളയും പച്ചമുളകും കൂടെ വഴറ്റി വയ്ക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, സെപ്പറേറ്റ് ഇട്ട് ഫ്രൈ ചെയ്യണ്ട. ഞാൻ ഇന്ന് അങ്ങനെയാണ് ചെയ്തത്. എരിവുള്ള മുളക് കൂടെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടത്. അതാണ് നമുക്ക് ഇച്ചിരി എരിവ് കൂടുതലാണ് അമ്മ വയ്ക്കുന്നതിനേക്കാളും. അല്ലാതെ നോക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനിയും തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു, ഓക്കെ.